നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തിരിച്ചടിക്കാൻ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് അർദ്ധരാത്രി മിസൈൽ വിക്ഷേപണം, അതും ഹ്രസ്വദൂര മിസൈൽ വിക്ഷേപണം പാക് അധീന കശ്മീരിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ചില മേഖലയിലും, അതായത് 3 മേഖലകളിലായി 9 ഭീകര താവളങ്ങളിലാണ് മിസൈൽ വർഷിച്ചത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ വലിയ പ്രകോപന നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊക്കെയാണ് അവരുടെ പ്രതിരോധ മന്ത്രിയും അവരുടെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ പറയുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി തന്നെ, പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി തന്നെ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തിയതും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും. ഇന്ത്യയിൽ 244ഓളം ജില്ലകളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഉള്ളത്. രാജ്യത്ത് സൈറനോട് കൂടിയുള്ള അതിതീവ്രമായ ഇത്തരം മോക്ക് ഡ്രിൽ 1971-ൽ ബംഗ്ലാദേശിൻ്റെ വിഭജനത്തിനു വേണ്ടി കൃത്യമായി ഇന്ത്യ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു. അന്ന് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ വിജയകരമായ ആ യുദ്ധ മുന്നേറ്റം, അതിൻ്റെ ഒരു തുടരാവർത്തനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട മിസൈൽ ആക്രമണം അത് ഭംഗിയായി വിജയകരമായി തന്നെയാണ് നേടിയെടുത്തത്. മാത്രമല്ല, ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 2 നിർദ്ദേശങ്ങൾ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുന്നിൽ വച്ചിരിക്കുകയാണ്. അതിലൊന്ന്, എത്രയും പെട്ടെന്ന് സൈന്യത്തിന് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാകാൻ വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. 2 ലക്ഷത്തോളം സൈനികരുടെ അഭാവം വലിയ തോതിൽ അതിന് പ്രശ്നങ്ങൾ ദൂരവ്യാപകമാണ്. അതുകൊണ്ട് തന്നെയാണ് GD ബക്ഷി പറഞ്ഞത് 2 ലക്ഷത്തോളം സൈനികരുടെ അധിക റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ടതിൻ്റെ അനിവാര്യത എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് എന്നുള്ളത്. മാത്രമല്ല, സൈനികർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതിൻ്റെ കാര്യം, അവർ ഈ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സ്വത്തും ജീവനും സംരക്ഷിച്ച് പിടിക്കുമ്പോൾ അവർ ചെയ്യുന്ന സേവനം എന്നത് അളവറ്റതാണ്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ആണ് കൊടുക്കുന്നത്. കോൺഗ്രസിൻ്റെ മന്ത്രിസഭ 2004 മുതൽ 2014 വരെ ഉണ്ടായിരുന്നപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തുടരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു വ്യക്തമായ തിരിച്ചടി നൽകി ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീർ ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അത് പിടിച്ചെടുക്കുക എന്ന നിർദ്ദേശം, അത് നേടിയെടുക്കാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജരാണ് എന്നുള്ളത് ആർമിയുടെ ചീഫ് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇനിയും വൈകരുത്, ഇതിന് കാലതാമസം എടുക്കരുത് എന്ന നിർദ്ദേശത്തിലേക്ക് കേന്ദ്രം എത്തുകയാണ്.